സ്നേഹരാഗം ഭാഗം 23. ഒരു വോയിസ് ക്ലിപ്പാണ് സ്ക്രീനിൽ തെളിഞ്ഞത്. അവൻ മെല്ലെ ഓപ്പൺ ചെയ്ത് ഫോൺ കാതോട് ചേർത്തു. അർജുൻ, എത്ര നേരമായി വിളിക്കുന്നു, എന്താ ഫോൺ എടുക്കാത്തത്? പരിഭവം കലർന്ന ശബ്ദം കേട്ടപ്പോൾ വീണ്ടും അവൻ്റെ മുഖത്ത് പുഞ്ചിരി നിറഞ്ഞു. ഇന്നും കുടിച്ചിട്ടാണോ വന്ന് കിടന്നത്? അതാണോ ഫോൺ എടുക്കാഞ്ഞത്? വന്ന് എന്നെ മറന്ന മട്ടുണ്ടല്ലോ. എന്നാ ഇങ്ങോട്ട് വരിക? അവളുടെ ഓരോ ചോദ്യവും അവൻ ആസ്വദിക്കുകയായിരുന്നു. വാട്സാപ്പ് ഓഫ് ചെയ്ത് അവൻ കോളിംഗ് ലോഗ് തുറന്നു. അതിൽ ഒരു നമ്പർ ഡയൽ ചെയ്തു. കീർത്തന എന്ന് അതിൽ സേവ് ചെയ്തിരുന്നു. ഫോൺ റിങ് ചെയ്തപ്പോഴേക്കും അവിടെ ഫോൺ എടുത്തു. അർജുൻ, എന്താ ഇന്ന് വിളിക്കാഞ്ഞ്? ഞാൻ കുറേ നേരം നോക്കിയിരുന്നു. ഫോൺ എടുത്തപ്പോഴേക്കും അപ്പുറത്തു നിന്നും ചോദ്യമുയർന്നു. ഞാൻ നാളെ രാവിലെ ഇവിടെ നിന്നും തിരിക്കും. അച്ഛൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നില്ലേ കീർത്തന? അവൻ സ്നേഹത്തിൽ പൊതിഞ്ഞ വാക്കുകളോടെ അവളോട് പറഞ്ഞു. അർജുൻ ഇന്നും കുടിച്ചല്ലേ? അവളുടെ അടുത്ത ചോദ്യം ഉയർന്നു. അധികമൊന്നുമില്ല മുത്തേ, 2 പെഗ് അത്രയേ ഉള്ളൂ. അവൻ വാചാലനായി. അവിടുത്തെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയില്ലേ? അർത്ഥം വെച്ച് അവൾ വീണ്ടും ചോദിച്ചു. ആ, ഒരുവിധം. ഇനി എന്തായാലും ആ ശല്യമുണ്ടാവില്ല, അവൻ പറഞ്ഞു. നീ ഭക്ഷണം കഴിച്ചോ? അവൻ വീണ്ടും ചോദിച്ചു. ഉവ്വ്, അവൾ മറുപടി പറഞ്ഞു. എന്നാ നീ കിടന്നോ? നേരം ഒരുപാടായില്ലേ? ഞാനും ഒന്ന് കിടക്കട്ടെ. രാവിലെ നേരത്തെ എഴുന്നേൽക്കണം, അവൻ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. പിന്നെ ബെഡിൽ ചാരിയിരുന്ന് ഫോണിലേക്ക് നോക്കിയിരുന്നു. വാട്സപ്പ് ഓണാക്കിയപ്പോൾ കീർത്തനയുടെ ഒരു മെസ്സേജ് കൂടി കണ്ടു. നാളെയുടെ പുലരിക്കായി കാത്തിരിക്കുന്നു, നിന്റെ വരവും കാത്ത്. ഗുഡ് നൈറ്റ്. അവൾ വളരെ മനോഹരമായി എഴുതിയിട്ടുണ്ട്. ഓക്കെ ഡിയർ, ഗുഡ് നൈറ്റ്. അർജുൻ അതിന് ഒരു റിപ്ലൈയും നൽകി. തലയണ നേരെ വെച്ച് അവൻ ബെഡിലേക്ക് ചാഞ്ഞു. കണ്ണടച്ച് കിടന്നു. അവൻ്റെ സ്വപ്നങ്ങളിൽ ഒരിക്കൽ പോലും നന്ദന കടന്നു വന്നില്ല. അവിടെ കീർത്തന മാത്രമായിരുന്നു. അലാറം അടിക്കുന്ന ശബ്ദം കേട്ട് അത് ഓഫ് ചെയ്ത് നന്ദന എഴുന്നേറ്റു. വീട്ടിലായതിനാൽ അവൾ മേപ്പാട് നിന്നും എണീറ്റിരുന്നത് പോലെ അത്ര നേരത്തെ എണീക്കാറില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അലാറം ഒരു തവണ ശബ്ദിച്ചപ്പോഴേക്കും അവൾ മിഴികൾ തുറന്നു. ബെഡിൽ തന്നെ ഇരുന്നു. ഒരു നിമിഷം പ്രാർത്ഥിച്ചു. പിന്നെ എഴുന്നേറ്റ് ബ്രഷ് എടുത്ത് വാഷ്റൂമിൽ പോയി. ഒന്ന് കുളിച്ച് പുറത്തെത്തിയപ്പോഴും നീതുമോൾ എണീറ്റിരുന്നില്ല. എല്ലാ ഞായറാഴ്ചയും അവൾ എണീക്കാൻ വൈകും. അവളെ ഉണർത്താതെ നന്ദന അടുക്കളയിലേക്ക് പോയി. അനിത ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്ന തിരക്കിലായിരുന്നു. അവൾ ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിച്ചു. ചുമരിൽ ചാരി നിന്ന് അവൾ അനിത ചെയ്യുന്നതെല്ലാം നോക്കി നിന്നു. അമ്മേ, എനിക്കൊന്ന് പുറത്തു പോകണം. ഓഫീസിൽ നിന്ന് അഞ്ജുവും അജിതയും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവൾ ചായ കുടിക്കുന്നതിനിടയിൽ പറഞ്ഞു. എന്തിനാ ഇപ്പോൾ പോകുന്നത്? അനിത ചോദിച്ചു. ഒന്നുമില്ല, വെറുതെ അവരെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം, അവൾ മെല്ലെ പറഞ്ഞു. വെറുതെ പോകുന്നത് എന്തിനാ? അനിതയ്ക്ക് അവൾ പുറത്തേക്ക് പോകുന്നതിൽ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അന്ന് ഹോസ്പിറ്റലിലേക്കാണെന്നും പറഞ്ഞ് പോന്നതാ. ഇന്നലെ അജിത വിളിച്ചപ്പോൾ ഞാൻ ചെല്ലാന്ന് ഏറ്റുപോയി. അവൾ പറഞ്ഞപ്പോൾ മനസ്സില്ലാ മനസ്സോടെ അനിത സമ്മതിച്ചു. അമ്മ സമ്മതിച്ചതും അവൾ തിരികെ റൂമിലേക്ക് പോയി. വെള്ള നിറത്തിൽ ചുവപ്പ് പൂക്കളുള്ള ഒരു ചുരിദാർ എടുത്ത് അണിഞ്ഞു. ചെറുതായൊരു മേക്കപ്പും ഇട്ട് അവൾ ഒരുങ്ങിയിറങ്ങി. ചായ എടുത്തു വെച്ചിട്ടുണ്ട്, കുടിച്ചിട്ട് പോ, അവൾ ഹാളിലെത്തിയപ്പോൾ അനിത പറഞ്ഞു. അവൾ വേഗം ടേബിളിനടുത്ത് ചെന്ന് ദോശയും കുറച്ച് ചമ്മന്തിയും എടുത്ത് ധൃതിയിൽ കഴിക്കാൻ ആരംഭിച്ചു. അപ്പോഴാണ് നീതുമോൾ ഉറക്കമെഴുന്നേറ്റ് വന്നത്. ചേച്ചി ഇന്നെന്താ ഇത്ര നേരത്തെ ചായ കുടിക്കുന്നത്? അവൾ ചോദിച്ചു. ഇന്ന് സൺഡേ അല്ലേ? നന്ദേച്ചി ഇതെവിടെ പോകുന്നു? ബ്രഷിലേക്ക് അല്പം പേസ്റ്റ് ആക്കിക്കൊണ്ട് നീതുമോൾ ചോദിച്ചു. അജിതയും അഞ്ജുവും എല്ലാം വരുന്നുണ്ട്, പുറത്ത് നിന്ന് കാണാമെന്നും പറഞ്ഞിട്ടുണ്ട്. നീ വേഗം ബ്രഷ് ചെയ്ത് വാ, ചായ കുടിക്കാം, എന്നിട്ട് വേണം എനിക്കിറങ്ങാൻ, നന്ദന പറഞ്ഞു. ഇപ്പോൾ വരാം, പറഞ്ഞുകൊണ്ട് നീതു വാഷ്റൂമിലേക്ക് കയറി. ചായ കുടിക്കുന്നതിനിടയിൽ നന്ദനയുടെ ഫോൺ റിങ് ചെയ്തു. അജിതയാണ്. അവൾ ഫോൺ എടുത്തു. ഇറങ്ങിയോ? അപ്പുറത്ത് നിന്ന് അജിതയുടെ ശബ്ദമെത്തി. ചായ കുടിക്കുക, എന്നിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. നീയോ? നന്ദന ചോദിച്ചു. ഞാൻ ഇറങ്ങാൻ നിൽക്കുക, അജിത മറുപടി പറഞ്ഞു. അവൾ ഫോൺ വെച്ച് എഴുന്നേറ്റു. കൈ കഴുകി റൂമിലേക്ക് പോയി അവൾ ബാഗ് എടുത്തു. അവളുടെ സ്കൂട്ടി മേപ്പാട് തന്നെയായിരുന്നു. അവൾ പോരുമ്പോൾ അതെടുത്തിരുന്നില്ല. ഫോണെടുത്ത് ബാഗിലിട്ട് അവൾ പുറത്തിറങ്ങി. ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ അവളുടെ മനസ്സിൽ പല ചിന്തകളും വന്നുപോയി. ബസ് വരാൻ അല്പം താമസിച്ചു. അവൾ കാത്തിരുന്നു. അപ്പോഴാണ് എതിരെ ദേവൻ നടന്നു വരുന്നത് അവൾ കണ്ടത്. എത്രയും പെട്ടെന്ന് ബസ് വരണേ എന്നവൾ പ്രാർത്ഥിച്ചു. ദേവനെ ഫേസ് ചെയ്യാൻ അവൾക്കാവില്ലായിരുന്നു. അവളുടെ പ്രാർത്ഥന കേട്ടിട്ടെന്ന പോലെ ബസ് എത്തി. അവൾ ദേവനെ അവഗണിച്ചുകൊണ്ട് വേഗം ബസ്സിൽ കയറി.
തൻ്റെ ജീവിതം എന്താ ഇങ്ങനെ ആയിപ്പോയത്? താൻ ആരോടും ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ടും വിധി എന്തേ തനിക്ക് ഇങ്ങനെ ഒരു ജീവിതം തന്നത്? അവൾ ബസ്സിലിരിക്കുമ്പോൾ ആലോചിച്ചു. ബസ്സിൽ നിന്നും ഇറങ്ങി നടക്കുമ്പോൾ അവൾ അജിതയെയും അഞ്ജുവിനെയും തിരഞ്ഞു. അവർ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. അവരെ കാണാഞ്ഞപ്പോൾ അവൾ ഫോണെടുത്ത് അഞ്ജുവിനെ വിളിച്ചു. അവർ PR ബേക്കറിയുടെ മുന്നിലുണ്ടെന്നറിയിച്ചപ്പോൾ നന്ദനയും അങ്ങോട്ട് പോയി. അവൾ ചെല്ലുമ്പോൾ അഞ്ജുവും അജിതയും അവളെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഗ്രൗണ്ടിലേക്ക് പോയാലോ? അഞ്ജുവിൻ്റെ ചോദ്യമുയർന്നു. അത് തരക്കേടില്ലാത്ത സ്ഥലമാണല്ലോ എന്നവൾക്കും തോന്നി. പിന്നെ പതിയെ മൂവരും അങ്ങോട്ട് നടന്നു നീങ്ങി. ഗ്രൗണ്ടിൽ അധികം തിരക്കില്ലാത്ത ഭാഗത്തായി മൂവരും ഇരുന്നു. എന്താടാ ഉണ്ടായത്? ആകാംക്ഷയിൽ അഞ്ജു നന്ദനയോട് ചോദിച്ചു. നന്ദന ഉണ്ടായ കാര്യങ്ങൾ എല്ലാം ചുരുക്കി പറഞ്ഞു. നീ എങ്ങനെയാ ഇത്രയും നാളും അവിടെ കഴിഞ്ഞിരുന്നത്? ആ തള്ള വല്ലാത്തൊരു സാധനം തന്നെ. അഞ്ജുവിന് ശരിക്കും ദേഷ്യം വന്നു. നിന്റെ തീരുമാനമൊക്കെ ശരി തന്നെ, പക്ഷേ അമ്മ സമ്മതിച്ചോ? അതിശയത്തിൽ അജിത ചോദിച്ചു. ഞാൻ ആരോടും അഭിപ്രായം ചോദിക്കാതെ സ്വയം എടുത്ത തീരുമാനമാണ്, അവൾ പറഞ്ഞു. നിനക്കിപ്പോൾ ആവശ്യത്തിന് ധൈര്യമൊക്കെ ഉണ്ടല്ലോ, അഞ്ജു വീണ്ടും പറഞ്ഞു. സാഹചര്യം എന്നെ അങ്ങനെ ആക്കിയതാണ്, അവൾ നെടുവീർപ്പോടെ പറഞ്ഞു നിർത്തി. ഇനി എനിക്ക് ഒരു കാര്യം കൂടി ചെയ്യണം, നന്ദന പറഞ്ഞു. എന്താണത്? അവർ രണ്ടുപേരും നന്ദനയുടെ മുഖത്തേക്ക് നോക്കി. അമ്മയെ ബുദ്ധിമുട്ടിക്കാതെ അവിടെ നിന്നും മാറി നിൽക്കണം. ഞാൻ അവിടെ തന്നെയാകുമ്പോൾ അമ്മയ്ക്കത് വിഷമമാകും. കൺമുന്നിൽ നിന്നും അകന്നു കഴിയുമ്പോൾ അമ്മയ്ക്ക് എന്നെ കുറെ ഉൾക്കൊള്ളാനാകും, അവൾ ഭാവവ്യത്യാസം കൂടാതെ പറഞ്ഞു. കഴിയുന്നതും വേഗം എനിക്ക് മാറണം, നന്ദന പറഞ്ഞതും അഞ്ജു അവളെ ഒന്ന് നോക്കി. അക്കാര്യമോർത്ത് ടെൻഷനൊന്നും വേണ്ട, അഞ്ജു പറഞ്ഞു. വീട്ടിൽ ഞാനും മോനും മാത്രമല്ലേ ഉള്ളൂ, നീ അങ്ങോട്ട് പോര്, അവൾ പറഞ്ഞു. നീ എന്തായാലും ജോലിക്ക് വേറെ സ്ഥാപനം നോക്കുന്നതാ നല്ലത്. അവിടെയാകുമ്പോൾ പ്രകാശ് സാർ ഇനിയും നിന്നെ ശല്യം ചെയ്യും. അതിനേക്കാൾ നല്ലത് നീ വേറെ ഏതെങ്കിലും സെൻറ്റർ നോക്കുന്നതാണ്. അല്ലെങ്കിൽ കുറച്ചു ദിവസം കൂടി തന്നെ അവിടെ പിടിച്ചു നിൽക്ക്, പിന്നെ നല്ലൊരു സ്ഥാപനത്തിലേക്ക് മാറാം, അവർ പറഞ്ഞു. പിന്നെ നമ്മുടെ സെൻറ്ററിൽ നിന്നും കുറച്ചു പോയാൽ ഒരു വുമൺ ഹോസ്റ്റലുണ്ട്. അവിടെയാകുമ്പോൾ ജോലിക്ക് പോകാനും വരാനും എളുപ്പമാകും, അജിത പറഞ്ഞു. പറ്റിയാൽ അടുത്ത ദിവസം തന്നെ അങ്ങോട്ട് മാറാം. നീ അമ്മയോട് പറഞ്ഞു നോക്ക്. ഇനി അമ്മ സമ്മതിച്ചില്ലെങ്കിലോ? അഞ്ജുവും പറഞ്ഞു. നീ എറണാകുളത്തിന് പോകുന്നില്ല എന്നും തിരിച്ച് സെൻറ്ററിൽ ജോയിൻ ചെയ്യുമെന്നും സാറിനോട് സൂചിപ്പിക്കുകയും ചെയ്യാം, അജിത പറഞ്ഞു. നിന്റെ ഫാമിലി ഇഷ്യൂസ് ഒന്നും അയാളെ അറിയിക്കണ്ട. ചിലപ്പോൾ അയാൾ അത് ഒരവസരമാക്കിയെടുക്കും, അഞ്ജു കൂട്ടിച്ചേർത്തു. എന്തായാലും വേറൊരു ജോലി ശരിയാകുന്നത് വരെ ഇങ്ങനെ പോട്ടെ, അവർ അവളെ സമാധാനിപ്പിച്ചു. നിന്റെ കയ്യിൽ ക്യാഷ് എന്തെങ്കിലും ഉണ്ടോ? അതോ സാലറി കിട്ടിയത് മുഴുവൻ ആ തള്ള വാങ്ങിയിരുന്നോ? അഞ്ജു കലിയിൽ ചോദിച്ചു. ഇല്ല, എന്തോ ഒരു ഭാഗ്യത്തിന് ആ പരിപാടി ഇല്ലായിരുന്നു. സാലറി കിട്ടിയാൽ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കുമായിരുന്നു. അച്ഛൻ എൻ്റെ പേരിൽ അക്കൗണ്ടിലിടുകയാണ് പതിവ്, നന്ദന പറഞ്ഞു. ഓ ഭാഗ്യം. ഫിനാൻഷ്യലി നമ്മൾ സ്ട്രോങ് ആണെങ്കിൽ നമ്മൾക്ക് പിടിച്ചു നിൽക്കാം. അങ്ങനെ നന്ദനയുടെ കാര്യം മൂവരും ചർച്ച ചെയ്ത് ശരിയാക്കിയതിന് ശേഷം അവർ പിരിഞ്ഞു. നന്ദന വീട്ടിലെത്തുമ്പോൾ അനിതയും നീതുമോളും സംസാരിച്ചിരിപ്പുണ്ട്. എന്തേ ഇത്ര നേരം വൈകിയത്? അനിത ചോദ്യം ചെയ്യും പോലെ പറഞ്ഞു. അത്ര വൈകിട്ടൊന്നുമില്ല, ഈ അമ്മയുടെ ഒരു കാര്യം, നീതു നിസാരമട്ടിൽ പറഞ്ഞു. നന്ദു എവിടേക്കാ പോയിരുന്നത്? അവൾ അകത്തേക്ക് കയറാനൊടുങ്ങുമ്പോൾ ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. നോക്കുമ്പോൾ ദേവനാണ്. താൻ വരുന്നത് ഞാൻ പാടത്ത് നിന്ന് കണ്ടു. ഞാൻ അവിടെ കളി കണ്ടുകൊണ്ട് ഇരിപ്പുണ്ടായിരുന്നു, അവൻ പറഞ്ഞു. ഞാൻ കണ്ടില്ലായിരുന്നു, അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. നന്ദു വന്നതിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ദേവൻ വരുന്നുണ്ടല്ലോ എന്ന് അനിത മനസ്സിലോർത്തു. ദേവൻ കയറി ഉമ്മറത്തിരുന്നപ്പോൾ നന്ദന അവിടെ തന്നെ നിന്നു. ഞാൻ അഡ്വക്കേറ്റിനെ കണ്ടിരുന്നു നന്ദു, നിന്നെയും കൂട്ടി ഒരു ദിവസം ചെല്ലാൻ പറഞ്ഞു, ദേവൻ പറഞ്ഞു. എന്നാൽ ദേവേട്ടന് ഒഴിവുള്ള ഒരു ദിവസം തന്നെ പോകാം, അവൾ പറഞ്ഞു. സത്യത്തിൽ അനിതയ്ക്ക് ദേവൻ വരുന്നതും അത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതൊന്നും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. എന്നാലും അവർ ഒന്നും മിണ്ടാതെ നിന്നു. ചേച്ചി, എന്തായാലും അർജുനേട്ടൻ വീട്ടിൽ നിന്നും ഒത്തുതീർപ്പിന് വന്നാൽ ചേച്ചി അതൊന്നും കേൾക്കാൻ നിൽക്കരുത്, നീതു പറഞ്ഞു. ചേച്ചി ധൈര്യത്തോടെ സ്വന്തമായ തീരുമാനങ്ങളെടുത്ത് ജീവിക്കണം. ചേച്ചിക്കിനി ഡിവോഴ്സ് തന്നെയാണ് ബെറ്റർ ഓപ്ഷൻ. നന്ദന ഇന്നലെ തന്നോട് പറഞ്ഞ കാര്യങ്ങൾ നീതുവിൻ്റെ മനസ്സിൽ കിടന്ന് തിളയ്ക്കുന്നുണ്ടായിരുന്നു. ദേവേട്ടൻ പറഞ്ഞതുപോലെ ചേച്ചി ആ വക്കീലിനെ പോയി കാണണമെന്നും പറഞ്ഞ് നീതു നന്ദനയുടെ കഴുത്തിലേക്ക് നോക്കി. ആ കഴുത്തിലെ താലിമാലയെടുത്ത് ഇനി ചേച്ചിക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്നും പറഞ്ഞ് ഊരിയെടുത്ത് നന്ദനയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. അയാൾ വരികയാണെങ്കിൽ ഇതയാൾക്ക് കൊടുത്തേക്ക്, അവൾ പറഞ്ഞു. നീ എന്തൊക്കെയാ ഈ പറഞ്ഞു കൊടുക്കുന്നത് നീതു? അവളുടെ ജീവിതം നശിപ്പിക്കുന്നത് നീയാണ്.
നിനക്ക് ഇങ്ങനെയൊന്നും പറയാതെ നല്ലത് പറഞ്ഞു കൊടുത്തുകൂടെ? അനിത ദേഷ്യത്തിൽ പറഞ്ഞു. അമ്മ ഇനിയും ചേച്ചി അർജുനേട്ടൻ്റെ കൂടെ പോകുമെന്ന് സ്വപ്നം കാണേണ്ട, നീതുമോൾ പറഞ്ഞു. ദേവൻ അപ്പോഴും എല്ലാം കേട്ടുകൊണ്ട് അവിടെ തന്നെ നിൽപ്പുണ്ട്. ആ താലിമാല ഊരി നീതു അവളുടെ കയ്യിൽ കൊടുക്കുമ്പോൾ ഏതോ ഒരു കുരുക്ക് തൻ്റെ കഴുത്തിൽ നിന്നും ഊരിമാറ്റുന്നതുപോലെ നിസ്സംഗമായ നന്ദനയുടെ ഇരിപ്പ് ദേവൻ ശ്രദ്ധിച്ചു. നീതു ചെയ്ത പ്രവൃത്തിയിൽ അവൾക്ക് തെല്ലും വിഷമമില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. അത്രയും അർജുനെ അവൾക്ക് ഇഷ്ടമില്ലാതായിട്ടുണ്ടെന്നും ദേവന് തോന്നി. നന്ദു, ഒന്ന് വരൂ. അതുവരെ മൗനമായി നിന്നിരുന്ന ദേവൻ അവളോടായി പറഞ്ഞു. അവൻ അവിടെ നിന്നും മാറി നിന്നപ്പോൾ കൂടെ അവളും പോയി. ഇതുവരെ ഉണ്ടായതെല്ലാം മറന്നേക്കൂ, മുഖവുര കൂടാതെ ദേവൻ പറഞ്ഞു തുടങ്ങി. കഴിഞ്ഞുപോയ നിമിഷങ്ങൾ എല്ലാം നമുക്ക് ജീവിതത്തിലെ പരീക്ഷണങ്ങൾ ആണെന്ന് വിചാരിച്ചാൽ മതി. 1-2 വർഷം കഴിഞ്ഞാൽ നിനക്ക് ഡൈവോഴ്സ് കിട്ടുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിനക്കെൻ്റെ ജീവിതത്തിലേക്ക് വന്നുകൂടെ നന്ദു? അവൻ തുറന്നു ചോദിച്ചു. കിട്ടിയ അവസരം മുതലാക്കുകയാണെന്ന് തോന്നരുത്. സഹതാപം കൊണ്ടൊന്നുമല്ല ഞാനീ ചോദിക്കുന്നത്. നീ അവിടെ അനുഭവിച്ചതെല്ലാം നിന്റെ വാക്കുകളിൽ നിന്നും എനിക്ക് നന്നായി ബോധ്യപ്പെട്ടതാണ്. നമ്മൾ ഒരുമിച്ചൊരു ജീവിതം സ്വപ്നം കണ്ടവരാണ്. നിന്നെ എനിക്ക് അത്രയ്ക്കിഷ്ടമാണ്. എന്നും ഒരു പൂജാവിഗ്രഹം പോലെ മനസ്സിൽ കൊണ്ട് നടന്നിട്ടേയുള്ളൂ. ഒരിക്കലും ഞാൻ നിന്നെ തള്ളിക്കളയില്ല. പൊന്നുപോലെ നോക്കും ഞാൻ, നിനക്കൊരു കുറവും വരുത്താതെ. അവൻ പറയുന്നതെല്ലാം കേട്ട് നന്ദന പ്രതികരിക്കാതെ നിന്നു. ഇനിയെങ്കിലും എൻ്റെ പെണ്ണായി നിനക്ക് ജീവിച്ചുകൂടെ? ഞാൻ വീട്ടിൽ അച്ഛനോടും അമ്മയോടും സംസാരിച്ചോട്ടെ? അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ ചോദിച്ചു. ഒരു നിമിഷം താൻ എന്തൊക്കെയാണ് കേൾക്കുന്നത് എന്നാണ് നന്ദനയ്ക്ക് തോന്നിയത്. അവൾ അവൻ്റെ ഓരോ വാക്കും ശ്രദ്ധിച്ച് അവൻ്റെ മുഖത്തേക്ക് കൊണ്ടുനിന്നു. എന്തു മറുപടി പറയണം എന്നറിയാതെ അവളുടെ മനസ്സ് ഒരു ഉത്തരത്തിനായി പരതി. അതിനൊരു മറുപടി പറയാൻ അവൾ ശ്രമിച്ചു. മനസ്സിലിട്ട് ആ ചോദ്യങ്ങൾക്ക് ഒരു മറുപടിക്കായി അവൾ നിന്നുരുകി. എന്താവും നന്ദന ദേവനോട് പറഞ്ഞിട്ടുണ്ടാവുക എന്നറിയണമെങ്കിൽ അടുത്ത എപ്പിസോഡ് വരെ കാത്തിരുന്നേ മതിയാവൂ. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് കഥ ഇനിയും തുടരും.